ഇങ്ങനെയാണ് ഹക്സലി എന്ന മഹാവിദ്വാന്റെയും മറ്റ് അനവധി അതിബുദ്ധിമാന്മാരായ ബിലാത്തിക്കാരുടെയും അഭിപ്രായം ഇപ്പോൾ നിൽക്കുന്നത്. ഇവർക്ക് ഒന്നും നിരീശ്വര മതമല്ല തന്നെ. ഹിന്ദു സിദ്ധാന്തങ്ങളിൽ നിന്നു തന്നെ ദൈവം എന്നത് അറിവാനും ഗുണിപ്പാനും സാധാരണ മനുഷ്യന് കഴിവില്ലാത്ത ഒരു ശക്തി എന്നാണ് നാം അറിയുന്നത്. ഇതിന് പല പ്രമാണങ്ങളും ഉണ്ട്. അത് എല്ലാം ഇപ്പോൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. യൂറോപ്പിലും മറ്റുമുള്ള പല വിദ്വാൻമാർ, ഡാർവിൻ മുതലായവർ പറഞ്ഞ ജീവോൽപത്തി ക്രമങ്ങളെയും മറ്റും ബുദ്ധിമാന്മാരായ പലരും അശേഷം വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമത് നിരീശ്വരമതം സാധാരണ ഐഹിക സുഖത്തിനും സന്മാർഗ ആചാരത്തിനും തന്നെ ഏറ്റവും ദോഷകരമായ ഒരു മതമാണെന്നാകുന്നു. നിരീശ്വരമതം പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യജീവികൾക്ക് വളരെ ദോഷങ്ങളും കഷ്ടങ്ങളും ഉണ്ടായി വരുവാൻ കാരണമായി വരുമെന്നുകൂടി ഞാൻ ഭയപ്പെടുന്നു. അതിനുള്ള സംഗതികളെയാണ് ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ എൻ്റെ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പറയാം. തങ്ങളുടെ സമസൃഷ്ടികൾക്ക് ഗുണത്തെയും ശ്രേയസ്സിനെയും സുഖത്തെയും വരുത്താനായിട്ടാണ് ബുദ്ധിമാന്മാരായ ജനങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടത്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള സൂക്ഷ്മസ്ഥിതി ആർക്കും അറിയാൻ കഴിയുകയില്ലെന്ന് ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നതായാൽ തന്നെ പിന്നെ അവർ ചെയ്യേണ്ടത് ഈ സംശയത്തെ ഏതു നിലയിൽ നിർത്തുന്നതാണ് മനുഷ്യർക്ക് പരക്കെ ഉപകാരമായി വരുന്നത് എന്നുള്ള ആലോചനയാകുന്നു. ദൈവം ഇല്ലെന്ന് സ്ഥാപിപ്പാനുള്ള സംഗതികളെല്ലാം ശരിയാണെന്നും സത്യമാണെന്നുമുള്ള ഒരു ബോധം മനുഷ്യർക്ക് വന്നുപോയാൽ അതുനിമിത്തം അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളെ ഓർക്കുമ്പോൾ ആ ഒരു സംഗതി തന്നെ അങ്ങനെ ഒരു നിരീശ്വരത്വം പൊതുവിൽ മനുഷ്യർക്ക് വരുത്തരുതെന്ന് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യനെയും അഭിപ്രായപ്പെടുത്തും എന്നുള്ളതിലേക്ക് എനിക്ക് ലേശം പോലും സംശയമില്ല. ദൈവം ഉണ്ടെന്നു കാണിപ്പാൻ 10 സംഗതികളെ പറയുന്നു. ആ 10 സംഗതികളെയും നിരീശ്വര മതവാദം ചെയ്യുന്നവന് തീരെ ഖണ്ഡിപ്പാൻ കഴിയാത്ത പക്ഷം ദൈവം ഇല്ലെന്ന് കാണിപ്പാൻ വേറെ 10 സംഗതികളെ പകരം പറഞ്ഞ് സാധാരണ മനുഷ്യരുടെ മനസ്സിന് ഭ്രാന്തി വരുത്തി മനുഷ്യനെ വ്യസനത്തിൽ വിടുന്നത് കഷ്ടമല്ലയോ? ദൈവവിശ്വാസം ഉണ്ടാവുന്നതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാകുന്നതല്ലെന്ന് കാണുമ്പോൾ ആ വിശ്വാസത്തെ സംശയരഹിതങ്ങളല്ലാത്ത സംഗതികളെ പറഞ്ഞു പിടിപ്പിക്കാൻ എന്തിനായിട്ട് ശ്രമിക്കുന്നു? കളവ് പറഞ്ഞാലോ, അന്യൻ്റെ മുതൽ അപഹരിച്ചാലോ, പരദാര സംഘം ചെയ്താലോ, തൻ്റെ സമസൃഷ്ടികളെയോ മറ്റുള്ള ജീവജന്തുക്കളെയോ ഹിംസിച്ചാലോ, ധർമ്മത്തെ വെടിഞ്ഞാലോ, ഈ ലോകത്തിൽ ഉണ്ടാവുന്ന ദണ്ഡനയ്ക്കോ ശിക്ഷയ്ക്കോ അപമാനത്തിനോ പുറമേ മരണശേഷം ദൈവം മുമ്പാകെ കൂടി താൻ കുറ്റക്കാരനാകുമെന്നുള്ള ഒരു ഭയം ഒരു മനുഷ്യന് ഉണ്ടാവുന്നത് ഈ ദുഷ്പ്രവൃത്തികൾക്ക് ഒരു അധിക നിവാരണ ഹേതുവായി വരുന്നതായിരിക്കെ അത് ഇല്ലായ്മ ചെയ്യേണ്ടുന്ന ആവശ്യം എന്താണ്? ദൈവം എന്നൊരു ശക്തിയില്ലെന്ന് കേവലം സംശയരഹിതങ്ങളായ സംഗതികളെ കൊണ്ട് കാണിച്ച് ബോധ്യമാക്കുവാൻ ഒരുവന് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ ആക്ഷേപിക്കുന്നില്ല. അങ്ങനെ തീർച്ചയായി കാണിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ വല്ല സംഗതികളും പറഞ്ഞ് മനുഷ്യരുടെ ബുദ്ധിയെ വഷളാക്കുന്നത് എന്തിന്? സയൻസ് എന്ന് ഇംഗ്ലീഷിൽ സാധാരണ ഒരു പേര് പറയപ്പെടുന്ന ശാസ്ത്രവിദ്യകളാൽ ഇതുവരെ പല പ്രകാരവും സംശയത്തിൽ കിടന്നിരുന്ന പലവിധ സാധനങ്ങളുടെയും വസ്തുതകളുടെയും സ്വഭാവത്തെയും ഉത്ഭവകാരണത്തെയും വ്യാപാരത്തെയും ശക്തിയെയും കുറിച്ചുള്ള തത്വങ്ങളെ നമുക്ക് അറിവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സയൻസുകളാൽ ഒരു പരാശക്തി ഈ ലോകത്തിൽ കാണപ്പെടുന്ന സർവചരാചരങ്ങൾക്കും ആദ്യ കാരണമായി ഇല്ലെന്ന് നാം ഒരിക്കലും അറിയുന്നതല്ല. അയസ്കാന്തവും ലോഹവും തമ്മിലുള്ള ആകർഷണ ശക്തിയെ നാം അറിയുന്നതിനാൽ അതിൽ നിന്ന് സയൻസുകളെ കൊണ്ട് പല വിദ്യകളും നാം ആലോചിച്ച് ഉണ്ടാക്കുന്നു. എന്നാൽ ഈ വസ്തുക്കൾക്ക് സ്വതസിദ്ധമായി കാണപ്പെടുന്ന ശക്തിയുടെ ആദ്യ കാരണം എന്താണെന്ന് സയൻസ് പറയുന്നില്ല. പറയുവാൻ സയൻസിന് ആവശ്യവും ഇല്ല.
സയൻസ് ദൈവം ഇല്ലെന്നുള്ള ഉപദേശത്തെ ചെയ്യുന്നില്ല. ഭൂമിയിലുള്ള പലവിധ സാധനങ്ങൾക്ക് അന്യോന്യം സംശ്രയങ്ങളെയും സംശ്രയഭാവങ്ങളെയും വരുത്തിയും അതുകളുടെ സൂക്ഷ്മതത്വങ്ങളെയും അതുകളുടെ ശക്തി, വികാരം ഇതുകളെയും അറിഞ്ഞ് അവകളെ മനുഷ്യർക്കും മറ്റും പ്രയോജനയോഗ്യമായി തീർത്തും ജീവജന്തുക്കൾക്ക് ഐഹിക സുഖ അനുഭവങ്ങളെ ഉപരിയുപരി വർദ്ധിപ്പിക്കേണ്ടതിലേക്കാണ് സയൻസുകളുടെ ഉദ്ദേശം. മനുഷ്യൻ്റെ ആത്മാവിന് ഐഹിക സുഖം വിട്ടാൽ കിട്ടാൻ പാടുള്ള സുഖത്തെക്കുറിച്ചോ സ്ഥിതിയെക്കുറിച്ചോ സയൻസുകൾ നമ്മെ യാതൊന്നും അറിയിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ല. അഗ്നോസ്റ്റിസിസം എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന ഒരുമാതിരി വിശ്വാസക്കാരുടെ അതിയുക്തിയുള്ള സിദ്ധാന്തം നോക്കിയാൽ ദൈവം ഇല്ലെന്നുള്ളതിന് നിരീശ്വര മതക്കാർ പറയുന്ന സാധാരണ സംഗതികളെല്ലാം അയുക്തിയായുള്ളതും അവിശ്വാസയോഗ്യമായുള്ളതും ആണെന്നു കാണാം. മനുഷ്യർക്ക് സന്മാർഗ അനുഷ്ഠാനത്തിനും അന്യോന്യ വാത്സല്യമുണ്ടാവാനും ക്രൗര്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഭയത്തെ ജനിപ്പിക്കുവാനും ഇഹലോകത്തിൽ മനുഷ്യ സമുദായത്തിന് സുഖമായ സ്ഥിതിയിലുള്ള നിവാസത്തിനു വേണ്ടി ആചരിച്ചു വരുന്ന ഓരോ നിബന്ധനകളെയും നടപ്പുകളെയും ചട്ടങ്ങളെയും സമ്പ്രദായങ്ങളെയും നിലനിർത്തുവാനും പിന്നെ വിശേഷിച്ച് മനുഷ്യന് അനിർവചനീയമായ വിധം ഭയങ്കരമായി ഉണ്ടായി വരുന്ന ചരമകാലത്തുള്ള അത്യന്ത സങ്കടത്തിന് അല്പം ഒരു ആശ്വാസത്തെയോ നിവൃത്തിയെയോ കൊടുപ്പാനും ദൈവവിശ്വാസം പോലെ മറ്റൊന്നും ഉണ്ടാകയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നിരീശ്വര മതത്തെ ഇത്ര ഘോഷിച്ച് ദൈവം ഇല്ലെന്ന് പറയുന്നവരുടെ മരണ അന്ത്യകാലത്ത് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന സങ്കടം സാധാരണ ദൈവവിശ്വാസമുള്ളവർക്ക് ആ കാലത്തുണ്ടാവുന്നതിനേക്കാൾ എത്രയും അധികരിച്ചിരിക്കും എന്നുള്ളതിന് സംശയമില്ല. മനുഷ്യൻ്റെ ചരമകാലത്ത് ദൈവവിശ്വാസം ഒന്നുകൊണ്ടല്ലാതെ അതിദുഃഖത്താൽ ക്ഷോഭിച്ചിരിക്കുന്ന അവൻ്റെ മനസ്സിനെ മറ്റൊന്നിനാലും സമാശ്വസിപ്പിപ്പാൻ പാടില്ലെന്ന് സ്പഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയധികം കാലമായി മനുഷ്യർ ആദരിച്ചു വന്ന ഈ ദൈവവിശ്വാസത്തെ മഹാസംശയഗ്രസ്തങ്ങളായ ചില സംഗതികളെ കൊണ്ട് നിഷേധിച്ച് ദൈവമില്ലെന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുന്നത് ഏറ്റവും തെറ്റായ ഒരു പ്രവൃത്തിയല്ലയോ? മനുഷ്യന് മരണകാലത്തുള്ള ഭീതിയെ കഴിയുന്നിടത്തോളം നിവാരണം ചെയ്യാനല്ലേ നാം ശ്രമിക്കേണ്ടത്? തൻ്റെ സ്വന്തം ശരീരത്തെ കൂടി ത്യജിച്ച് പുറപ്പെട്ടു പോവാതെ ഇനി നിവൃത്തിയില്ലെന്ന് ഒരുവൻ അറിഞ്ഞ് പരിഭ്രമിച്ച് അതിദുഃഖത്തിൽ വീഴുന്ന സമയം. ഹേ, വേഗം മരിച്ചോളൂ, ഇനി തനിക്ക് ഒരു സുഖവുമില്ല. തൻ്റെ ജീവൻ ഇതാ തിരികിടുന്നത് പോലെ ഇപ്പോൾ പോവും. തൻ്റെ സ്വന്തം ദേഹത്തെയും മക്കളെയും ഭാര്യയെയും അമ്മയെയും സോദരന്മാരെയും ധനത്തെയും സുഖത്തെയും എല്ലാം വിട്ട് ഇതാ താൻ നശിക്കുന്നു. ഇനി തനിക്ക് യാതൊന്നുമില്ല എന്ന് മാത്രം പറയുന്നത് കേട്ട് അനവസാനമായ ദുഃഖത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു ജീവിയുടെ അവസ്ഥ വിചാരിച്ചു നോക്കൂ. ഇതിന് പ്രതികൂലമായി മനുഷ്യൻ്റെ ചരമകാലത്ത് തൻ്റെ ആത്മാവിന് ഒരുവിധം ഗതി മരണശേഷം ഉണ്ടാവുമെന്ന് ഒരു സംശയമെങ്കിലും മനസ്സിലുണ്ടായാലത്തെ ഒരു സുഖത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. ദൈവമില്ലെന്നും മരണത്തോടുകൂടി സകലം അവസാനിച്ചു എന്നും തീർച്ചയായുള്ള അഭിപ്രായം ഉണ്ടായി അത്യന്ധകാരത്തിൽ അനവസാനമായ ദുഃഖത്തിൽ വീണ് ജീവൻ പോവുമ്പോഴത്തെ വ്യസനം ഒന്ന് ഓർത്താൽ മനുഷ്യന് നല്ലത് ദൈവവിശ്വാസം ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ഒന്നാമത് ഈ നിരീശ്വര മതത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ മനുഷ്യന് വളരെ അയശസ്കരമായി വരുന്നതാണെന്ന് ഞാൻ പറയുന്നു. ഇനി എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. ദൈവവിശ്വാസം എന്നത് കാരണമുണ്ടായിട്ട് തന്നെയല്ല ഉണ്ടാവുന്നത്. കാരണമില്ലാതെയും ആ വിശ്വാസം വരാം. പക്ഷേ ഗോവിന്ദൻകുട്ടിയെപ്പോലെ പഠിച്ചിട്ടും വിചാരിച്ചുറച്ചിട്ടുമുള്ള ഒരു മനുഷ്യന് എങ്ങനെ ഈ വിധം വിശ്വാസം ഉണ്ടാവുമെന്ന് ഇപ്പോൾ ചോദിക്കുമായിരിക്കാം. അതിന് എൻ്റെ ഉത്തരം, പല സംഗതികളെ കൊണ്ടും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സൂക്ഷ്മസ്ഥിതി അഗോചരമായുള്ള വിധത്തിലാണെങ്കിലും അനിർവചനീയമായ ഒരു ശക്തി ഈ ജഗത്തിനെ ഭരിക്കുന്നുണ്ടെന്ന് ഗ്രഹിപ്പാൻ ബുദ്ധിയുള്ള മനുഷ്യന് ധാരാളമായി കഴിയുന്നതാണ് എന്നാകുന്നു.
ഇങ്ങനെയുള്ള ഈ ശക്തിയെ ഞാൻ ദൈവമെന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ജഗത്തിൽ കാണപ്പെടുന്ന സകല സമ്പത്തുകളും ആപത്തുകളും പ്രപഞ്ച രീതിയിൽ ആവശ്യമുള്ളതാണെന്നും നമ്മുടെ സ്രഷ്ടാവിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങനെയായിരിക്കാമെന്നുമാകുന്നു. അങ്ങനെയാവുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും നശ്വരങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ നശ്വരങ്ങളായിട്ടല്ലാതിരുന്നാൽ ഈ പ്രപഞ്ചം ദീർഘകാലം നടക്കുമോ എന്ന് സംശയമാണ്. കഴിഞ്ഞ 50,000 സംവത്സരങ്ങൾക്ക് ഇപ്പുറമുണ്ടായിട്ടുള്ള ചരങ്ങളായും അചരങ്ങളായുമുള്ള ജീവജാലങ്ങൾ നശിക്കാതെയും ഇപ്പോൾ കാണുന്ന ക്രമപ്രകാരം വർദ്ധിച്ചുകൊണ്ടും വന്നിരുന്നു എങ്കിൽ ഈ ഭൂഗോളം ഈ ജീവികൾക്ക് സുഖേന നിവസിപ്പാൻ പോരാത്തതായി വരുമെന്ന് സ്പഷ്ടമാണ്. ഒരു 150 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഒരിടത്തും ഇപ്പോൾ നാം കാണുന്നില്ല. ഈ 150 കൊല്ലം മുമ്പ് പ്രസവിച്ച സ്ത്രീ പുരുഷന്മാർ സകലതും നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെ എത്ര കോടി 150 സംവത്സരങ്ങൾ കഴിഞ്ഞു? എത്ര കോടി മനുഷ്യർ ആ കാലത്തിനുള്ളിൽ ജനിച്ചു, എത്ര മരിച്ചു? അസംഖ്യം തന്നെ. ഇങ്ങനെയുള്ള വർധനവിൽ അതിന് ഏകദേശം സമമായ നാശത്തെ കൂടി നിയമിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പ്രപഞ്ചം ഈ വിധം നടക്കുന്നതല്ലാത്തതാണെന്ന് സ്പഷ്ടമാകയാൽ നമ്മുടെ സ്രഷ്ടാവിൻ്റെ കൽപ്പനയാൽ തന്നെയാണ് നാശങ്ങൾ ജഗത്തിൽ സംഭവിക്കുന്നത് എന്നും അങ്ങനെ നാശങ്ങൾ സംഭവിക്കാതിരിക്കുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമായി വരുന്നത് എന്നും ഞാൻ പറയുന്നു. ഇങ്ങനെയാണ് മനുഷ്യരുടെ സ്ഥിതി എന്ന് ഇപ്പോൾ അറിവുള്ള എല്ലാ മനുഷ്യർക്കും ബോധ്യമുണ്ട്. എന്നിട്ടും ഏതൊരു മനുഷ്യനെങ്കിലും മരണത്തിൽ ഭയമില്ലാതെ കാണുന്നുണ്ടോ? ഈ ഭൂനിവാസം പര്യവസാനമായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഇത് ഉണ്ടാവാത്ത ഒരു കാര്യമെന്നതുപോലെ പെട്ടെന്ന് ഞെട്ടിവിറച്ച് ഭ്രമിച്ച് പോവാത്തവൻ ആര്? ഇവിടെ അനിർവചനീയമായ ഒരു ശക്തി മനുഷ്യരെ പ്രപഞ്ചത്തിൽ രമിപ്പിക്കുന്നതും ലയിപ്പിക്കുന്നതും നാം കാണുന്നു. ഇഹലോക സുഖങ്ങൾ ഒന്നും സാരമില്ലെന്ന് ഓരോ സമയങ്ങളിൽ കാണുന്ന ചില ദുഃഖങ്ങളെ കൊണ്ടും ആപത്തുകളെ കൊണ്ടും പ്രത്യക്ഷപ്പെട്ടു കാണുന്നു. അങ്ങനെയാണെന്ന് നാം എല്ലാവരും ദിവസം സമ്മതിക്കുന്നു. ചിലപ്പോൾ ഈ സംഗതികളെക്കുറിച്ച് തന്നെ വളരെ ആലോചിക്കുന്നു. ഇങ്ങനെ എന്തു തന്നെ ചെയ്താലും കലാശത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൽ തന്നെ വീണു ലയിക്കുന്നു. പ്രപഞ്ചം ക്ഷണഭംഗുരമാണ്, നിസ്സാരമാണ് എന്നുള്ള വിചാരം കേവലം നശിക്കുന്നു. ഇങ്ങനെ വരാനുള്ള കാരണം നമുക്ക് വിവരമായി അറിയാൻ കഴിയാത്തതായ ഒരു മഹാശക്തി ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നതിനാലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ശക്തിയെ ഞാൻ ദൈവമെന്ന് വിചാരിക്കുന്നു. പ്രപഞ്ചത്തിൽ ആപത്തുകൾ പലവിധമായി നേരിടട്ടെ, മഴയില്ലാതെ ദിക്കുകൾ വേവട്ടെ, ഇടുത്തി വീണു ദഹിക്കട്ടെ, സമുദ്രം അതിക്രമിച്ച് രാജ്യങ്ങളെ മുക്കട്ടെ, ഭൂകമ്പങ്ങൾ ഉണ്ടാവട്ടെ, യുദ്ധങ്ങൾ ഉണ്ടാവട്ടെ, എങ്ങനെയെല്ലാമായാലും പര്യവസാനത്തിൽ കണക്കു നോക്കുമ്പോൾ 1000 വത്സരം മുമ്പുള്ളതിനേക്കാൾ പ്രപഞ്ച വ്യാപാരങ്ങൾ 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അധികരിച്ചു കാണപ്പെടുന്നത്. 200 കൊല്ലങ്ങൾ മുമ്പത്തേക്കാൾ 100 കൊല്ലങ്ങൾ മുമ്പ് കാണപ്പെടുന്നു. 50 കൊല്ലങ്ങൾ മുമ്പത്തേക്കാൾ 25 കൊല്ലങ്ങൾ മുമ്പ് കാണപ്പെടുന്നു. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇക്കൊല്ലം, ഇന്നലത്തേക്കാൾ ഇന്ന്. ഇതിനെന്തു കാരണം? പ്രപഞ്ചത്തെ നശിപ്പിക്കാതെ നിലനിർത്തുവാൻ ഒരു പരാശക്തിയുണ്ട്. അതുകൊണ്ട് ഈ നാശങ്ങളാലും സങ്കടങ്ങളാലും ഒന്നും തന്നെ ഭേദപ്പെടാതെ ഈ പ്രപഞ്ചം ശരിയായി തന്നെ പിന്നെയും നടക്കുന്നു. ആ പരാശക്തിക്ക് ഞാൻ ദൈവമെന്ന് പറയുന്നു. പിന്നെ നിരീശ്വര മതക്കാർ പറയും പോലെ കാര്യകാരണ സംബന്ധങ്ങളാൽ ഈ ജഗത്ത് താനെ ഉണ്ടായി വരുന്നതും ഒരു വിശേഷ ചൈതന്യത്തെ അവലംബിച്ച് നിൽക്കുന്നില്ലാത്തതുമാണെങ്കിൽ ആ അചേതനമായ കാര്യകാരണ സംബന്ധ വികാരത്തിൽ നിന്ന് മാത്രം പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ജന്തുക്കളും സാധാരണ അന്യോന്യം ഇത്ര ചേർച്ചയായും പരസ്പരം ആശ്രയിച്ചും തന്നെ എല്ലായ്പ്പോഴും നിൽക്കണമെന്നില്ല, നിൽക്കുന്നതുമില്ല. സൂര്യനെ ദൈവം സൃഷ്ടിച്ചതാണെന്ന് ഞാൻ പറയുന്നു.
അല്ല, അത് താനെ കാര്യകാരണങ്ങൾ സംബന്ധമായി ഉണ്ടായി വന്ന ഒരു ഗോളമാണെന്ന് നിരീശ്വര മതക്കാർ പറയുന്നു. എങ്ങനെയാണ് സൂര്യൻ കാര്യകാരണ സംബന്ധങ്ങളെ കൊണ്ട് ഇത്ര പ്രകാശത്തോടുകൂടി ഈ ഭൂമിക്ക് ഇത്ര രക്ഷയായി ക്ഷണത്തിൽ ഭൂമിയെ ദഹിപ്പിച്ച് വെണ്ണീറാക്കുവാനുള്ള തൻ്റെ സ്വതസിദ്ധമായ ദഹനശക്തി പറ്റാത്ത വിധമുള്ള കൃത്യമായ ദൂരത്തിൽ എപ്പോഴും നിന്ന് കാണുന്നത് എന്ന് എനിക്കും നിരീശ്വര മതക്കാരനും വഴിപോലെ പറവാൻ സാധിക്കുന്നില്ല. ഇവിടെ പൊതുവിൽ മനുഷ്യർക്ക് ദൈവസൃഷ്ടിയാണ് സൂര്യൻ എന്ന് അഭിപ്രായമുണ്ടാവുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ കളവാൻ ശ്രമിക്കുന്നത് ന്യായമോ? ആ അഭിപ്രായത്തിൽ നിന്ന് എന്തൊരു വൈഷമ്യമാണ് മനുഷ്യർക്കുണ്ടാവുന്നത്? സൂര്യൻ്റെ തേജസ്സിനെ കാണുമ്പോൾ അതിന് ആദികാരണമായി വേറെ അതിലും മഹത്തായുള്ള ഒരു ശക്തിയെ മനസ്സുകൊണ്ട് മനുഷ്യൻ അനുമാനിക്കുന്നു. അങ്ങനെയല്ലാതെ വേറെ ഒരു പ്രകാരത്തിൽ അനുമാനിക്കാൻ ബോധ്യപ്പെടത്തക്ക ഒരു സംഗതിയും നിരീശ്വര മതക്കാരൻ പറയുന്നതുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിരീശ്വര മതക്കാരൻ്റെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നത് എന്തിന്? സയൻസ് ശാസ്ത്രങ്ങളെ കൊണ്ട് സൂര്യൻ്റെ ഗോളാകൃതിയെയും ഉഷ്ണശക്തിയെയും ആകർഷണ ശക്തിയെയും കുറേശ്ശെ അറിവാൻ കഴിയും. അല്ലാതെ അങ്ങനെ ഒരു ഗോളം ഈ ഭൂമിയെയും അതിലുള്ള ജീവികളെയും ഇങ്ങനെ രക്ഷിച്ചും കൊണ്ട് എന്തിനുണ്ടായി, എപ്പോൾ ഉണ്ടായി, എന്തിന് ഭൂമിക്ക് ഇത്രയെല്ലാം ഗുണങ്ങൾ ചെയ്തും കൊണ്ട് നിൽക്കുന്നു എന്ന് സയൻസിനാൽ അറിവാൻ കഴിയുന്നതല്ല. ഇവല്യൂഷൻ എന്ന ഉൽപ്പത്തിക്രമപ്രകാരം കാര്യകാരണങ്ങളെ പറഞ്ഞു പോയാൽ തന്നെ പര്യവസാനത്തിൽ എവല്യൂഷൻ ഉണ്ടായതിന് ഒരു സമാധാനം കിട്ടാതെ നിർത്തേണ്ടി വരും എന്നുള്ളതിന് സംശയമില്ല. കാര്യം ഇങ്ങനെയിരിക്കെ ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിക്കുന്നതല്ലേ യോഗ്യമായ വിചാരം? ഉഷ്ണം, ശീതം, വൃഷ്ടി, വായു മുതലായ പ്രപഞ്ചദൃഷ്ടമായ അചേതനമായ മഹശക്തികൾ എല്ലാം അതാതുകളുടെ പ്രവൃത്തികളെ ഈ ഇഹലോകവാസികളുടെ സുഖത്തിനും ഗുണത്തിനും ഒത്തവണ്ണം ഇത്ര കൃത്യമായി താനേ തന്നെ ചെയ്തു വരുന്നു എന്ന് ഊഹിക്കുന്നതിനേക്കാൾ നല്ലത് ആ അചേതനങ്ങളായ സാധനങ്ങളെ ഇത്ര കൃത്യമായും ശരിയായും നടത്തി വരുവാൻ സചേതനമായി ഇരിക്കുന്ന ഒരു മഹശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നതല്ലേ? ഒരു പശു, സാധാരണ ബുദ്ധിശൂന്യമായ ഒരു ജന്തു, തൻ്റെ ഉദരപൂർത്തി ഒന്നല്ലാതെ വേറെ യാതൊരു വിചാരവും ഇല്ലാത്ത മൃഗം, കിടാവിനെ പ്രസവിച്ച ഉടനെ കാണിക്കുന്ന ചേഷ്ടകളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു പ്രസവ സമയം വരെ തൻ്റെ വയറ്റിൽ ഭാണ്ഡമാക്കിക്കൊണ്ട് നടന്നിരുന്നത് എന്നും എന്താണ് തൻ്റെ മൂത്രദ്വാരത്തിൽ കൂടി പുറത്തേക്ക് വന്നത് എന്നും ആ പശു ആ നിമിഷം വരെ അറിയുന്നില്ല. പുറത്ത് കുട്ടി ചാടിയ ഉടനെ അതിനെക്കുറിച്ച് ഈ സാധുമൃഗം കാണിക്കുന്ന വാത്സല്യത്തെയും അതിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ആ പശു ചെയ്യുന്ന പ്രയത്നങ്ങളെയും ഉത്സാഹങ്ങളെയും കണ്ടാൽ എത്ര അത്യത്ഭുതമായി തോന്നുന്നു. ഈ സംഗതികളെയെല്ലാം നിരീശ്വര മതക്കാർ ഖണ്ഡിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവർ പറയുന്ന സംഗതികളെ അശേഷം സാരമാക്കുന്നില്ല. വിശേഷബുദ്ധിയില്ലാത്ത സർവമൃഗങ്ങളും തങ്ങളുടെ അതാത് വർഗങ്ങളിൽ ജന്തുക്കൾ അഭിവൃദ്ധിയായി വന്നുകൊണ്ടിരിപ്പാൻ തൽക്കാല സദൃശങ്ങളായ പ്രവൃത്തികൾ വിശേഷബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ സ്ഥിതി ചെയ്യിക്കാനായിക്കൊണ്ട് ഒരു പരാശക്തി ഉണ്ടെന്നുള്ളതിന് വാദമുണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെയുള്ള ശക്തിയുടെ സൂക്ഷ്മ സ്വഭാവങ്ങളെക്കുറിച്ച് ഒന്നും എനിക്ക് അറിവാൻ കഴിയുകയില്ലെങ്കിലും ഉണ്ടെന്ന് അറിവാൻ കഴിയും. ആ പരാശക്തിയെ ഞാൻ ദൈവം എന്ന് അനുമാനിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള ദുഃഖങ്ങളെക്കുറിച്ച് ഗോവിന്ദൻകുട്ടി ഇത്രയെല്ലാം പ്രസംഗിച്ചുവല്ലോ. സുഖങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഓരോ കൊല്ലത്തിൽ വർഷമില്ലാതെ ദാഹം പിടിച്ച് വേവുന്ന ദിക്ക് എത്രയെന്ന് ഒരു കണക്കുണ്ടാക്കിയാൽ ഭൂമിയുടെ ലക്ഷ്യത്തിൽ ഒരംശം കൂടി ഇങ്ങനെ തപിക്കുന്നുണ്ടെന്ന് കാണുമോ? സംശയം. ഈ ജഗത്തിൽ യഥാർത്ഥമായി വരുന്ന ആപത്തുകളെയും വരാൻ പാടുള്ള ആപത്തുകളെയും തമ്മിൽ ഒന്ന് ചേർത്ത് നോക്കുക. വിഷൂജിക എന്ന ദീനം ചിലപ്പോൾ ഓരോ ദിക്കിൽ ബാധിച്ച് മനുഷ്യരെ കൊല്ലുന്നു. 1,00,000 പേർ നിവാസിക്കുന്ന ഒരു സ്ഥലത്ത് ഈ ദീനം വന്ന് പിടിപെട്ടാൽ എത്ര പേർ ശരാശരിക്ക് സാധാരണ നശിച്ചു പോവുന്നുണ്ടെന്ന് കണക്കു നോക്കൂ.
എന്താണ് ഈ ദീനം ഇത്ര ക്ഷണത്തിൽ പകരുന്നതും നാശകരവും ആയിരിക്കെ ഒരു പ്രാവശ്യം ഇന്ത്യയിലോ മറ്റേതെങ്കിലും ജനപുഷ്ടിയുള്ള രാജ്യത്തോ പരക്കുന്ന കാലത്ത് ആബാലവൃദ്ധം സകല ജീവികളെയും കൊല്ലരുതേ, രാജ്യം നിർജ്ജനമാക്കി വിടരുതേ? എന്താണ് അങ്ങനെ സാധാരണ സംഭവിച്ചു കാണാത്തത്? ഓടുന്ന കപ്പലുകളിൽ എത്ര ഓരോ കൊല്ലം മുങ്ങിപ്പോവുന്നുണ്ട്? എത്ര ആളുകൾ വെള്ളം കുടിപ്പാൻ കിട്ടാതെ ഗോവിന്ദൻകുട്ടി പറയും പോലെ തങ്ങളുടെ സ്നേഹിതന്മാരുടെ കഴുത്തു കടിച്ച് രക്തം കുടിച്ച് ദാഹനിവൃത്തി ചെയ്യുന്നു? ഇതെല്ലാം സൂക്ഷ്മമായി ആലോചിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിലുള്ള ജീവികൾക്ക് സാധാരണ ഉണ്ടാവുന്ന സുഖങ്ങൾ അഖണ്ഡമായി ഇരിപ്പാൻ പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയോ എന്ന് തോന്നും. ചിലപ്പോൾ ചില കഷ്ടങ്ങളെ കാണുന്നുണ്ടെങ്കിലും ആകപ്പാടെ സർവജീവികൾക്കും ഈ പ്രപഞ്ചത്തിൽ ഉള്ള നിവാസം പോലെ സുഖകരമായി വേറെ ഒന്നുമില്ലെന്ന് എളുപ്പത്തിൽ അറിവാൻ കഴിയും. ഞാൻ ഇതിനെപ്പറ്റി ഇനി അധികം പറയുന്നില്ല. അത്യുന്നതങ്ങളായ സൗധങ്ങളിൽ ഇരുന്ന് ഇഷ്ടപ്രകാരമുള്ള സർവഭോഗങ്ങളെയും നിഷ്പ്രയാസേന അനുഭവിച്ച് സുഖിച്ച് മതിച്ചിരിക്കുന്ന മഹാരാജാവിനും അന്നന്നും കൂലിപ്പണി ചെയ്ത് ആഹാരമാത്രം നിവർത്തിച്ച് വല്ല ചാളകളിലോ കുടികളിലോ പാർത്ത് ദിവസം കഴിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇരിപ്പാനുള്ള ഒരു താൽപ്പര്യം ഒരുപോലെ അധികരിച്ചു തന്നെ കാണുന്നു. എത്ര വയസ്സായാലും മരണം എന്നത് ബഹുസങ്കടത്തെ ഇവർ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാക്കുന്നു. അതിനുള്ള കാരണങ്ങൾ ആലോചിച്ചാൽ എളുപ്പത്തിൽ അറിയാം. ഈ മഹാരാജാവിനും ഈ ദരിദ്രനും പല മുഖ്യമായ സംഗതികളിലും ഒരുപോലെയുള്ള സുഖങ്ങളെയാണ് ദൈവം കൊടുത്തിട്ടുള്ളത് എന്നു കാണാം. ഉറക്കുണർന്ന് മഹാരാജാവ് കണ്ണുമിഴിക്കുമ്പോൾ അത്യുന്നതങ്ങളായ സൗധങ്ങളിലെ ജാലകങ്ങളിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചവയും തൻ്റെ സ്വർണമയമായ കട്ടിലിന്മേൽ നിന്ന് സ്വർണ നീരാള തിരകളിൽ കൂടി രക്തങ്ങളായും പിങ്കളങ്ങളായും കാണാവുന്നതുമായ ബാല അർക്കൻ്റെ മനോഹരങ്ങളായ രശ്മികളെ മഹാരാജാവ് എങ്ങനെ കണ്ടു മോദിക്കുന്നുവോ അതുപ്രകാരം തന്നെ ഒരു ദരിദ്രനും ആ രശ്മികളെ തൻ്റെ മുറ്റത്തുള്ള വാഴക്കൂട്ടങ്ങളിൽ കൂടി അതിഭംഗിയായി പ്രകാശിച്ച് വരുന്നത് കണ്ട് മോദിക്കുന്നു. ഇവിടെ ആ രശ്മികൾ ജീവജന്തുക്കൾക്ക് എല്ലാം ഒരുപോലെ ആഹ്ലാദത്തെ ചെയ്യുന്നു. അതിമനോഹരങ്ങളായ കനകത്താമ്പാളങ്ങളിൽ നിറച്ചു വെച്ചിട്ടുള്ള അതിസ്വാദുക്കളായ പലവിധ ഭോജ്യ സാധനങ്ങളെ നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ത്വഗിന്ദ്രിയം ഇതുകളെ കൂടി ഏകകാലത്തിൽ ഒരുപോലെ രൂപം, ഗാനം, മന്ദവായു മുതലായവകളെ കൊണ്ട് രമിപ്പിച്ചുകൊണ്ട് ഭക്ഷിക്കുന്ന രാജാവിന് ഭക്ഷണം കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന തൃപ്തി തന്നെ ഈ ദരിദ്രന് വെള്ളച്ചോറ് തിന്നും വെള്ളം കുടിച്ചും വയർ നിറച്ചാൽ ഉണ്ടാവുന്നു. രാജാവിന് തൻ്റെ പുഷ്പതൽപ്പത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഉള്ള നിർവൃതി തന്നെ ഈ ദരിദ്രന് കൊട്ടപ്പായയിൽ കിടന്നുറങ്ങുമ്പോഴും ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ സുഖത്തെ ഏർപ്പെടുത്തിയ ഒരു യുക്തി കൗശലം നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഹേതുഭൂതമായി പ്രപഞ്ചത്തെ ഭരിച്ചു നിലനിർത്തുന്നതായ ഒരു മഹശക്തി ഉണ്ടെന്നുള്ളതിന് വാദമുണ്ടാവാൻ പാടില്ല. ഗോവിന്ദൻകുട്ടി പറഞ്ഞ പ്രകാരമുള്ള സങ്കടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ജഗത്തിൽ സന്തോഷ സന്താപങ്ങളുടെ കൃത്യമായ ഒരു കണക്കെടുത്താൽ സന്തോഷം എത്രയോ അധികരിച്ചു നിൽക്കുമെന്നും അതിനു കാരണം സംശയം കൂടാതെ നമുക്ക് വിവരമായി അറിയാൻ കഴിയാത്ത ഒരു മഹശക്തിയാണെന്നും ആ മഹശക്തിയെ ഞാൻ ദൈവമെന്ന് ഉറപ്പിച്ച് ഭക്തിപ്പെടുമെന്നും മാത്രം ഞാൻ പറയുന്നു.